അതൊക്കെ ചെന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൽ നിന്ന്? അടിപൊളിയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആസ് എ പേഴ്സൺ പുറത്തുനിന്ന് കാണുന്ന തെറ്റാത്ത കുറേ ഫീലുകളും ഇമോഷൻസും കടപ്പെട്ടിയിൽ ഒരു 10 ലക്ഷം ഉണ്ടാവുന്ന തോന്നുന്നുണ്ട്. ഇപ്പൊ ടാസ്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടെ കണ്ടു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ സംഭവങ്ങളുണ്ട്. ഈ സീക്രട്ട് പോയിട്ട് ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ സായിക്കൊന്ന് മനസ്സിലായി സായി പോളൊക്കെ പുറത്തുനിന്ന് ലീക്കായി തിരിക്കൂ സായിബോ ഞാൻ ജസ്റ്റ് കണ്ടു. പക്ഷെ ഞാനത് മറുപടി എന്താ? എനിക്ക് പലതും തോന്നാം. നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന സായിബ്രോ ബിഗ് ബോസ് കപ്പ് തന്നെ എൻ്റെ പേഴ്സണൽ താല്പര്യം എന്തുകൊണ്ടായിരിക്കും? എങ്കിൽ പോലും ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടെന്ന് തോന്നുന്നു. സർവൈവൽ ഗെയിമാണ്. 10 ലക്ഷം ആയി കഴിഞ്ഞാൽ 10 ലക്ഷം എടുക്കുമായിരുന്നു. തോറ്റതാണല്ലോ. ഞാൻ വിചാരിച്ച ഞാൻ കുറെ മേ ബി അവിടെ ചെന്നപ്പോൾ അറിയാലോ ബിഗ് ബോസ് പുറത്ത് കാണുന്ന പോലെയല്ല. ആരാധകർ ഓരോ അവസരം നമ്മൾ ഫോൺ കിട്ടത്തില്ല. ട്രോളുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പല രീതിയിലും. അതിലെങ്ങനെ പ്രതികരിക്കും? ട്രോള് വരണം. ട്രോള് വന്നില്ലെങ്കിൽ വണ്ടിയൊക്കെ തിരിച്ച് വന്നാൽ കേൾക്കാം. അതാണ് ചോദിക്കുന്നത്. ഓക്കെ, വന്നിട്ട് എന്തെങ്കിലും പ്രത്യേകം പറയാനുണ്ടോ? കാരണം ഇവിടുന്ന് പോയപ്പോൾ എല്ലാം അടിപൊളി ഉണ്ടായിരുന്നു. ഇനി വന്ന പുതിയ ആളെ കാണാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടോ? ആണല്ലേ. ഓക്കെ, പറ്റി എന്താ പറയാനുള്ള സാധിച്ചേണ്ട? അതിനല്ലേ നമ്മൾ കുറെ ശ്രമിച്ചതിൽ ലുക്കിട്ട് കൊണ്ടുവരാൻ സായി പുതിയ ആളെ പുതിയ ലുക്കിൽ ഇറങ്ങിയതല്ലേ. കാരണം വലിയൊരു ചിലപ്പോൾ എല്ലാവരും കൂടി അവിടുന്ന് ഞാൻ വീട്ടിൽ നിന്നത് ക്യാമറ അപ്പോ ഫാൻസിനും എന്താണ് പറയുക? സന്തോഷം. എല്ലാവരോടും ബിഗ് താങ്ക്സ്. അതിൽ സായി ഒരു ഫൈനലൊക്കെ എത്തിയ ആളാണ്, ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നുള്ള സംഭവത്തിൽ ഒന്നാമത് വളരെ കൂടുതലാണ്. ഫുട്ബോൾ അറിവുണ്ടെന്നാണ് ഡിസ്ക് കളിച്ചിട്ടുണ്ട്. കുറേ സീൻസ് ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിനകത്ത്. നടക്കുന്ന കളിച്ചു പോയത്
പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോൾ ഇത് നന്ദനയ്ക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത്? സായിച്ചനെ ട്രോളാൻ പുറത്തുനിന്ന് ഒരാൾ വേണ്ടെന്നാണ്. 1, 2 മുതൽ മതി. എന്താ ഒന്നും ക്യാമറ ഉണ്ട് കേട്ടോ. വണ്ടി നന്ദനേച്ചി കണ്ടിട്ടില്ല. നന്ദൂട്ടി രാവിലെ 7:00 വന്നേക്കണം. ഒരു വഴി കൊടുക്ക്. ഒരു ഗ്യാപ്പ് ഇട്ട ഗ്യാപ്പ്. ഒരു വഴി കൊടുക്കും എല്ലാവരും. വഴി കൊടുക്കും. ഓക്കെ. എന്റെ ചേട്ടനും തന്നില്ല. നല്ല പിടിച്ചോ. എന്താ മെസ്സേജ് ചേട്ടനൊക്കെ നൽകിയപ്പോ സന്തോഷം. സായിച്ചേട്ടോ, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അറിഞ്ഞില്ല. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? 70,000 ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പൊ എന്താ പറയാനുള്ള അതിനെപ്പറ്റി? കൊടുത്തത് വെറുതെ. പ്രൗഡ് ഓഫ് യു. ഞാൻ ഇല്ലാത്തപ്പോ അവരോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തില്ലേ? നമ്മളെ ട്രോളിക്കൊന്നുണ്ട്. എന്താന്ന് മനസ്സിലാവാത്ത അങ്ങനെ എന്ന് പറയാനാണ്. അയാൾ രണ്ടോട്ടം പോയില്ലേ? രണ്ടോട്ടം ഓക്കെ. ബൈ. പുറത്തെ